മല്ല വിൻഡോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സുൽഫി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിൻഡോസിനെ കുറിച്ചിട്ടാണ്. വിൻഡോസ് നമ്മൾ കാലാകാലങ്ങളായിട്ട് വിൻഡോസ് യൂസ് ചെയ്യുന്നുണ്ട്. വിൻഡോസ് 7, വിൻഡോസ് 8, നമ്മൾ വിൻഡോസ് 8.1, വിൻഡോസ് 10, അങ്ങനെ നമ്മൾ ഇതുവരെ വിൻഡോസ് 10 വരെ നമ്മൾ ഉപയോഗിച്ചു. പക്ഷേ ടെക് ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ജൂൺ 24. അതായത് വിൻഡോസിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് വിൻഡോസ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ് നിർത്തിയിരിക്കുന്ന ആ ഒരു സംഭവം. അത് നമുക്ക് ജൂൺ 20 ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യും. പക്ഷേ അതിന് മുമ്പായിട്ട് കുറച്ച് ലീക്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും കുറച്ച് ലീക്സ് ഉണ്ട്. സോ ആ ലീക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. ആദ്യം മൈക്രോസോഫ്റ്റ് തന്നെ ഒഫീഷ്യലായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ജിഫ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിരുന്നു. സോ അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അതിൻ്റെ ഒരു ജിഫ് ഇമേജ്. സോ അതിലൊന്നുമില്ല, നോർമലായിട്ടുള്ള ഒരു വിൻഡോസ് ഇമേജാണ്. പക്ഷേ അതിൻ്റെ ജനലുകൾക്കിടയിലൂടെ വിൻഡോസ് 11 എന്ന് വരുന്ന ആ ഒരു ടൈപ്പിൽ. സോ അത് കണ്ടതുകൊണ്ട് വിൻഡോസ് 11 ആയിരിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ട്. പക്ഷേ വിൻഡോസ് ഒരു കാര്യം മുമ്പ് പറഞ്ഞിരുന്നു, വിൻഡോസ് 10 അവരുടെ ലാസ്റ്റ് ഫൈനൽ വേർഷൻ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു കൺഫ്യൂഷനിലേക്കാണ്. വിൻഡോസ് 10ൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആയിരിക്കുമോ, അതല്ലെങ്കിൽ വിൻഡോസ് 11 എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വേർഷൻ വരുന്നുണ്ടോ? സോ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ഇന്നലെ വിൻഡോസ് 11ൻ്റെ പുതിയൊരു ലീക്ക് വന്നിരിക്കുന്നത്. സോ അതിൻ്റെ IS അടക്കം ലീക്ക് ആയിരിക്കുന്നത് എന്നാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. സോ അതിൻ്റെ IS നമ്മൾ എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. സോ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലാണ് ഞാനുള്ളത്. നമ്മളിപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലോഗോ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നേരത്തെ ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു ലോഗോ ആയിരുന്നു, അത് മാറ്റി പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു വിൻഡോസ് 11 എന്നുള്ള ലോഗോ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ബാക്കിയുള്ള പ്രോസസ്സ് നോർമൽ വിൻഡോസ് 10ലുള്ള പോലെ തന്നെയാണ് കാണുന്നത്. UI ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും നോക്കാം. നോർമൽ ഒരു സ്റ്റാർട്ടിങ് സെറ്റപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം വരുന്നൊരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നോർമൽ വിൻഡോസ് 10ൽ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്. പക്ഷേ ഇതിനകത്ത് ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ വന്ന് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഫൈനലി ഇതാണ് വിൻഡോസ് 11ൻ്റെ ഒരു ന്യൂ ലുക്ക് എന്ന് പറയുന്നത്. കൂളായിട്ടുള്ളൊരു വാൾപേപ്പർ, അതുപോലെ തന്നെ കർവ്ഡ് എഡ്ജ്, അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ വിൻഡോസ് സ്റ്റാർട്ട് മെനു എല്ലാം സെൻട്രലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ടാസ്ക് ബാർ ഏകദേശം സെൻട്രലായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കത് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൺട്രോൾ സെൻറ്റർ എടുക്കുകയാണെങ്കിലും അതിനെല്ലാത്തിനും തന്നെ ഒരു കർവ്ഡ് എഡ്ജാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ലുക്ക് തന്നെയാണ് വിൻഡോസ് 11ലുള്ളത്. ബാക്കി എനിക്ക് ഏകദേശം തോന്നുന്നത് വിൻഡോസ് 10Xനെയും വിൻഡോസ് 10ഉം തമ്മിൽ കമ്പൈൻ ചെയ്ത ഒരു മെർജ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് എനിക്ക് കിട്ടുന്നത്. ഏകദേശം വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയതായിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു റീസ്കിൻ ചെയ്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത് വിൻഡോസ് 11 എന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴും കൺഫേംഡ് അല്ല. എങ്കിൽ പോലും ഒരു റീസ്കിന്നാണ് എന്തായാലും വിൻഡോസ് 11. പക്ഷേ ഇതിനകത്ത് നമുക്ക് സെറ്റിങ്സിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വിൻഡോസ് 11 എന്ന് തന്നെയാണ്. എങ്കിലും വലിയ വ്യത്യാസമൊന്നും വന്നതായിട്ട് തോന്നുന്നില്ല. അതുപോലെ വാൾപേപ്പറുകളും തീമുകളും കുറച്ച് മനോഹരമായിട്ട് തന്നെ വളരെ ഒരു നല്ല രസമുള്ളൊരു വാൾപേപ്പറും കൂളായിട്ടുള്ളൊരു സംഭവങ്ങളാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് ഇത്തവണ. തീംസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നേരത്തെ ഉള്ളതിനെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട്. സോ അതെല്ലാം വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ വിൻഡോസ് വ്യത്യാസങ്ങൾ കൊണ്ടുവരുത്തിയിട്ടുള്ളത് ഐക്കൺസിലാണ്. ഐക്കൺസിൻ്റെ ഓരോ ഐക്കൺസും ഡിഫറെൻ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഐക്കൺ ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് വിൻഡോസ് 10ൽ വിൻഡോസ് 20H2 എന്നുള്ളൊരു ഇൻസൈഡർ പ്രിവ്യൂ വേർഷനിൽ ഈ സെയിം സാധനം നമുക്ക് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു വിൻഡോസ് 10X അവർ നിർത്താനുള്ള മെയിൻ കാരണം ഇത് തന്നെയായിരിക്കും. വിൻഡോസ് 10X നിർത്തിയിട്ട് അതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തുകൊണ്ട് വിൻഡോസ് 11 എന്നുള്ളൊരു വേർഷൻ ഇറക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കും വിൻഡോസ് 10 നിർത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും ഇതിനകത്തും കാണുന്നില്ല. ഏകദേശം റീസ്കിൻ ചെയ്ത പോലെ കാണാൻ കുറച്ചും കൂടി ഭംഗി വരുത്തിയിട്ടുണ്ട്. ആ ടാസ്ക് ബാർ സെൻട്രലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എല്ലാം കർവ്ഡ് സ്ക്രീനാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ മൾട്ടി ടാസ്കിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്ന ആ രീതിക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ വ്യത്യാസങ്ങൾ വരുത്തിയതെന്ന് പറയാൻ പ്രത്യേകിച്ച് ഇപ്പം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിൻഡോസ് 11ൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ള ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വന്നതിന് ശേഷം ഒഫീഷ്യൽ വേർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. ഒഫീഷ്യൽ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.